ആത്മീയ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്നത്? നിങ്ങളെ ഫുൾഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്നേഹമായി മാറുന്നു. ഈ സ്പിരിച്വൽ ജേണിയിൽ ഒറ്റയ്ക്കായിരിക്കുക എന്നത് നിങ്ങളുടെ എനർജി റിക്കവർ ചെയ്യാനും ഉൾക്കൊള്ളാനും നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നതാണ്. പല ടോക്സിക്കായ ആളുകളിലേക്കും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം തളർത്താറുണ്ട്. ഇതിലൂടെ അവർ അൺകോൺഷ്യസ്ലി നിങ്ങളുടെ ലൈഫിൻ്റെ ഫോഴ്സ് തന്നെ നശിപ്പിക്കുകയാണ്. ഈ ഒറ്റപ്പെടലിലൂടെ നിങ്ങൾ എനർജി എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നും ടോക്സിക് റിലേഷൻഷിപ്സിൽ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാമെന്നും പഠിക്കുകയാണ്. മേ ബി ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റൊമാൻറ്റിക് പാർട്ട്നേഴ്സോ ആയിരിക്കാം. ചിലപ്പോൾ ഇവർ പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കാം. എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ എനർജിയെ ബാലൻസ് ചെയ്യുകയും റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശക്തി എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അവിശ്വസനീയമായിരിക്കാം. ഒറ്റയ്ക്കായിരിക്കുന്നതിലൂടെ നിങ്ങളിൽ തന്നെ കംഫർട്ടബിൾ ആകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നു. ചിലപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു മാസ്ക് ധരിച്ചായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നതിനെ കേൾക്കാതെ നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളിൽ കോൺഫിഡൻ്റ് ആകാനും കഴിയുകയാണ്. ഇതിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയും നിങ്ങളുടെ തന്നെ ഒരു യുണീക്ക്നെസ് റിഫ്ലക്റ്റ് ചെയ്യുകയുമാണ്. നിങ്ങളൊരു ചൂസൺ വൺ ആയതിലൂടെ മഹത്തായ ഒരു കാര്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വേർത്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നതിലൂടെ മറ്റാർക്കും തളർത്താൻ കഴിയാത്ത ഒരു സ്ട്രെങ്ത്തിലേക്ക് വരുന്നു. അൺകോൺഷ്യസ് ആയ വ്യക്തികൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് അനുഭവിക്കാനോ യൂണിവേഴ്സൽ ലവ് എക്സ്പീരിയൻസ് ചെയ്യാനോ കഴിയില്ല. ഇത്തരക്കാർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ ഡിസൈർസ് അച്ചീവ് ചെയ്യാനോ ഉള്ള എബിലിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ അവെയർ ആയിക്കൊണ്ട് നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന വേദനകൾ ഹീൽ ചെയ്തുകൊണ്ട് അൺകണ്ടീഷണൽ ലവ് എന്ന തലത്തിലേക്ക് വരുന്നു. ഇതിലൂടെ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആകുന്നു. നിങ്ങളുടെ ഡിസൈർസ് അച്ചീവ് ചെയ്യുന്നതിനോട് എത്രത്തോളം അടുത്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യൂണിവേഴ്സും ഡിവൈനും നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്കത് ആവശ്യവുമാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കുക. ഫിസിക്കലി അല്ലെങ്കിൽ 3D ലൈഫിൽ നിങ്ങൾക്കൊരു കമ്പാനിയൻഷിപ്പ് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ വേഗം തന്നെ നിങ്ങളിലേക്ക് വരും എന്ന് കരുതുക. സ്പിരിച്വൽ ജേണി നിങ്ങൾക്ക് നിങ്ങളോടും ഡിവൈനോടും യൂണിവേഴ്സിനോടുമുള്ള കണക്ഷനും ബന്ധത്തെയും ആഴത്തിലാക്കുന്നു എന്ന് ഓർക്കുക. നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഭൂമിയിലെ മറ്റാരെയും ആവശ്യമില്ല എന്ന് റിയലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ ഒരു എക്സ്റ്റേണൽ സോഴ്സിനെയും ആവശ്യമില്ല. നിങ്ങൾ സ്നേഹമായതിൽ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. വാലിഡേഷൻ തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. സന്തോഷത്തിന് വേണ്ടി പുറത്തു നിന്ന് ഒന്നും തേടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ ഇമോഷൻസും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തപ്പെടും. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തന്നെ തിരിച്ചറിയും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് എനർജിയെക്കുറിച്ച് നിങ്ങൾ അവെയർ ആകും. ഈ ഒരു സോളിറ്റ്യൂഡിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന ഡാർക്കസ്റ്റ് മൊമെൻറ്റിലൂടെ നിങ്ങളുടെ അറിവുകളെയും കഴിവുകളെയും നിങ്ങൾക്ക് വെളിപ്പെടുന്നു. അതിലൂടെ ഇതൊരു സ്വയം കണ്ടെത്തലിൻ്റെയും വളർച്ചയുടെയും യാത്രയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ട്രൂ എസൻസ് കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ വഴിയെ നയിക്കുന്ന വെളിച്ചവും നിങ്ങൾക്കുള്ളിലുള്ള അൺകണ്ടീഷണൽ ലവും നിങ്ങൾ കണ്ടെത്തുന്നു.